നല്ല തനി നാടൻ പൂവൻ കോഴി. പിന്നെ നമ്മളിതിൻ്റെ കൂടെയെല്ലാം പറിച്ചെടുക്കുക, തൊലി കളയരുത്. അതാണ് നാടൻ കോഴി നമ്മൾ കറി വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തൊലി കളയാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ പൂടെയൊക്കെ അങ്ങനെ പറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിനെ നമ്മളിനി തീയിലിട്ടൊന്ന് കരിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ ഉള്ള പിന്നെയും കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം കരിഞ്ഞു പോകും. ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ തനി നാടൻ ഒരു കറി. അടുത്തതായിട്ട് നമ്മളിതിനെ തീയിൽ വെച്ച് കരിച്ചിങ്ങനെ എടുക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇതൊന്നും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുന്നു, ബ്രോയിലർ ചിക്കൻ വാങ്ങിക്കുന്ന അവർ തൊലി ഉരിച്ചിഞ്ഞ് തരുന്നു. പക്ഷെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നാട്ടു കോഴികളെ ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ അതിൻ്റെ രോമം മുഴുവൻ പറിച്ച് കളഞ്ഞിട്ട് പിന്നെ അവനെ തീയിൽ വെച്ച് ഇതുപോലെ ബാക്കിയുള്ള രോമങ്ങളെല്ലാം കരിച്ചങ്ങെടുക്കും. അതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ രീതി. ഇവൻ്റെ സ്കിന്നാണ് ഇതിനകത്ത് ടേസ്റ്റ് കൂടുതൽ വരുത്തുന്നത്. അതിനുശേഷം കരിച്ചതിന് ശേഷം നമ്മൾ ഇവനെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലോണം വെള്ളം ഒഴിച്ച് തേച്ച് സോപ്പിട്ട് കഴുകി വയറിളകും. നമ്മളിത് നല്ലോണം ഒരു മഞ്ഞപ്പൊടി ഇട്ട് തേച്ച് കഴിയാലും കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ വെറും വെള്ളത്തിൽ അവനെ അങ്ങ് കഴുകി അങ്ങ് എടുക്കുക. ചെറിയൊരു കോഴിയല്ലേ, എനിക്ക് തോന്നുന്നു ഒരു കിലോ ഇറച്ചി കാണുമെന്ന് തോന്നുന്നു. അത്ര ഉള്ള ഒരു ചെറിയൊരു പൂവൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കാം. അപ്പോൾ വേരുകളുടെ ഫർണിച്ചർ നമ്മൾ കാണാൻ വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കോഴിയെയും കൂടെ തയ്യാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ നാടൻ കോഴിയെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ വേരുകളുടെ ഒരു വളരെ വിപുലമായ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ആർക്കെങ്കിലും വേരിൻ്റെ ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടുന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ചുള്ള വേരിൻ്റെ ഫർണിച്ചറുകൾ കൊണ്ടുപോകാം. അപ്പോൾ വേരവിടെ നിൽക്കട്ടെ. നമ്മളെ കോഴിയുടെ കട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നാടൻ കോഴിയുടെ ഇറച്ചി കണ്ടോ. ഇനി മസാലകളെല്ലാം ചേർത്ത് ഈ മീറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഇത് കുഴച്ചെടുത്ത് ചേരം വെച്ചിട്ടാണ് പിന്നെ ഇതിനെ അടുപ്പത്ത് വയ്ക്കുന്നത്. എന്നതാണ് ഇത്? അടിപൊളി കാപ്പ്. നല്ല എരിവൊക്കെ ഉണ്ടോ? നല്ല എരിവുണ്ടോ? ചിക്കൻ എങ്ങനെ ഉണ്ട്? നാടൻ നല്ല രസമുണ്ട് കഴിക്കാൻ. സൂപ്പർ അല്ലേ? സൂപ്പർ പ്രിപ്പറേഷൻ. അടിപൊളി അല്ലേ? അതെ സാറേ, അടിപൊളി. ഇത് കുക്ക് ചെയ്ത ആളെ കാണണ്ടേ? എപ്പോൾ കാണിച്ചു തരാം. ഇയാളാ ഇത് കുക്ക് ചെയ്തത്. ഇദ്ദേഹമാണ് കുക്ക്. അവിടുത്തെ ഭയങ്കര റൂട്ടുകൾ കൊണ്ട് മാജിക്കും തീർക്കും. നല്ല രുചികരമായ ഭക്ഷണങ്ങളും ഉണ്ടാകും അല്ലേ? ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന വേരുകളാണ്. ഇതൊക്കെ ഏതാണ്ട് പോളിഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു ഡൈനിങ് ടേബിളിന് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരാണ്. ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഗ്ലാസ് വരും. ഗ്ലാസ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിളായി മാറും. അതുപോലെ ഇവിടെ നമുക്ക് വീട്ടിൽ അലങ്കാരത്തിനൊക്കെ വയ്ക്കാവുന്ന സാധനങ്ങൾ, ചെടികൾ വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഫിനിഷ് ചെയ്ത് ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് ഫിനിഷ് ചെയ്ത് ഇട്ടേക്കുന്ന സാധനങ്ങളാണ്. കണ്ടോ, ഇതൊരു ടീപ്പോയ്, റൗണ്ട് ഒരു ടീപ്പോയ്. കോർണറിലൊക്കെ വയ്ക്കാം. ഇതിൽ പല വിധത്തിലുള്ള ഇൻറ്റേർണൽ പ്ലാന്റ്സുകൾ വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം വേരാണ്. തേക്ക്, ചീലാന്തി അങ്ങനെയുള്ള
നല്ല നല്ല മരങ്ങളുടെ വേരുകളാണ് ഇതെല്ലാം. ഇവിടെ നമ്മുടെ ഒരു വർക്ക്ഷോപ്പാണ്. എന്താന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വേരുകളാണ്. മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള നാച്ചുറൽ വേരുകൾ കളക്ട് ചെയ്തുകൊണ്ട് വരും. കളക്ട് ചെയ്ത് വന്നിട്ട് ഇതിനെ ഫർണിച്ചറുകളാക്കുക. ഡൈനിങ് ടേബിള്, പിന്നെ ചെറിയ ടീപ്പോയികൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫർണിച്ചറുകൾ ചെയ്യുന്ന സ്ഥലമാണിത്. ഇരവിപുരത്താണ്. ഇരവിപുരത്ത് പരവൂർ റോഡ്, ഇരവിപുരം പരവൂർ റോഡിൽ താന്നി എത്തുന്നതിന് മുമ്പ് ആണ് ഈ സ്ഥാപനമുള്ളത്. സ്ഥാപനം നമ്മുടെ ഒരു സുഹൃത്ത് ഭുവനചന്ദ്രൻ എന്ന് പറയും. ഭുവനചന്ദ്രനാണ് ഇത് നടത്തുന്നത്. ഒരുപാട് വേരുകൾ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ വേരുകൾ.